ഈ ഓണം സമയമായി കഴിഞ്ഞാൽ ഈ കുട്ടനാടിൻ്റെ വിവിധ സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല പല കാഴ്ചകളും പല പല കലാപരിപാടികളും പല പല ആഘോഷങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നമ്മൾ എന്തെല്ലാം പരിപാടികൾ കണ്ടു കേട്ട് വള്ളംകളി ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. അങ്ങോട്ട് ഞാൻ പറഞ്ഞ കേസാണ്. കാർത്തിക് ഇവിടെ ആണോ പരിപാടി? വാ ഇങ്ങ് വന്നേ. എന്തായി എന്തായി ഓണമൊക്കെ എന്തായി? പ്രമോദേട്ട നമുക്കൊരു സെപ്പറേറ്റ് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കുട്ടനാടൻ സ്പെഷ്യൽ. പ്രമോദേട്ടാ, ഇത് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നു, ഒത്തിരി ഇഷ്ടത്തോടെ പരിചയപ്പെടുത്തുന്നു. പ്രീത ഹരിദാസ് എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ്. മനോഹരമായി പാട്ട് പാടുന്ന ഒരു വീട്ടമ്മയായിരുന്നു. ഇപ്പം അംഗനവാടി ജോലിയാണ്. ഇന്നത്തെ വേറൊരു വലിയ സന്തോഷമുണ്ട്, ഇവരുടെ അംഗനവാടിയുടെ ഉദ്ഘാടനമായിരുന്നു. അടിപൊളി. പിന്നെ അവിടുത്തെ വലിയ സ്വന്തമായിട്ട് വീട് കിട്ടിയ പോലെ അല്ലേ? ഉറപ്പായിട്ടും. ഇനി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ ഒരു ബന്ധം കൂടി ഉണ്ട് അല്ലേ? നമ്മുടെ പ്രശസ്ത മ്യൂക്രി കലാകാരൻ സിനിമ താരമായ ബിനു അനിമാനിലെ സഹോദരിയാണ്. അപ്പം അതും ഭയങ്കര അഭിമാനകരമായ കാര്യം. അവരുടെ വീട്ടിൽ എല്ലാവരും കലാകാരന്മാരാണ് കേട്ടോ, അത് പ്രത്യേകത. അപ്പോൾ ചേച്ചി, നമ്മുടെ ഈ പ്രാവശ്യത്തെ ന്യൂസ് എയ്റ്റിയുടെ മലയാളം ന്യൂസ് എയ്റ്റ് ചാനലിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കീറുന്ന ഒരു സാധനം ചേച്ചി പാട്ടെന്ന് വരെ ഓണപ്പാട്ടല്ലേ നമുക്കിപ്പോ വേണ്ടത്. ശരി, ആ പാടിക്കാം. തിരുവോണ പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയെഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അടിപൊളി, സൂപ്പർ ചേച്ചി. ഞാൻ ഈ ചേച്ചിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴേ, ബിനു അടിമാലി ഫ്രം അടിമാലി, പിത ചേച്ചി ഫ്രം അടിമാലി, ഈ കുട്ടനാട്ടിലേക്ക് വന്നപ്പോൾ ഓണത്തിന് എന്താ പ്രത്യേകത? ഇവിടെയാണ് ഞങ്ങളുടെ അവിടുത്തെക്കാളൊക്കെ കൂടുതൽ കലാപരിപാടികളും ഓണത്തിന് പരിപാടികളൊക്കെ വെക്കുന്നത് ഇവിടെ. കുട്ടനാട്ടിൽ ഓണാണ് സൂപ്പർ. പാടുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ ഈ ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമായത് അല്ലേ? ഇവിടുത്തെ അടിമാലിൽ അത്ര ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് അത്രയില്ല, ഇവിടെയാ നല്ല രീതിയിൽ ഒത്തിരി കലാകാരന്മാർ അവിടെ ഉണ്ട്, നല്ല ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴയുടെ ഒരു ഹൃദയഭാഗമായ പുന്നപ്ര പരിസരമാണ്. പുന്നപ്ര അമ്പലപ്പുഴ പരിസരം ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ്. അതും എനിക്കൊന്ന് പരിചയപ്പെടുത്താൻ പറ്റും. പിന്നെ അമ്പലപ്പുഴ പരിചയപ്പെടുത്താൻ മറ്റൊരു കാര്യം ഉണ്ട്. അമ്പലപ്പുഴ ഞാൻ മരുമകനെ എടുത്തത്, എൻ്റെ വൈഫിന്റെ വീട് തൊട്ടടുത്ത് അമ്പലപ്പുഴയാണ്. അപ്പം ഞാൻ ചേച്ചിയെ പറഞ്ഞേ, ചേച്ചി ഹൈ റേഞ്ചിൽ നിന്ന് ലോ റേഞ്ചിൽ വന്നപ്പോൾ ചേച്ചി ഹൈ റേഞ്ച് ആയി. ഈ ശബ്ദത്തിന് വേറെ ആരെങ്കിലും സെമിനായിട്ട് തോന്നുന്നുണ്ടോ? ജാനകിയമ്മയുടെ സ്പെഷ്യലിസ്റ്റാ. ശബ്ദം കിട്ടിയ വലിയ സന്തോഷം, ഒരുപാട് സന്തോഷം ചേച്ചി. ചേച്ചിക്ക് നമ്മൾ ഈ പറഞ്ഞല്ലേ, ഈ കുട്ടനാടിന്റെ ഒരു തനത്ത് സാധനം ഇറക്കാൻ പറ്റും? കുട്ടനാടിന്റെ ചേച്ചി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാ? സ്റ്റേജിൽ പാടാൻ സ്റ്റേജിൽ ഞാൻ മൈനാകം പാടി. ചലച്ചിത്ര ഗാനങ്ങൾക്ക് അപ്പുറം പിന്നെ കുഴപ്പമില്ല, ഇനി ചലച്ചിത്രം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, എനിക്ക് എല്ലാം സൂപ്പറാണ്. ചേച്ചി പഠിക്കും. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പൊന്നാട് തളിരാട് കാണിക്കയായി തന്നു, കൂടെറാൻ പ്രാവെല്ലാം പാറിപ്പോകേ. സൂപ്പർ സൂപ്പർ. ചേച്ചി നമുക്ക് ഈ ഒരു അഡീഷണൽ കിട്ടിയ ബോണസ് പോലെ അതാണ് ഇവിടെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ, നഷ്ടങ്ങളില്ല. ഈ ഇവിടത്തോടെ നടന്ന ഈ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരെ വീടുകളിലെത്തി നമ്മൾ കാണുക. അതാണ് അല്ലേ, അവരവരുടെ വീടുകളിലെത്തി നമ്മൾ സന്തോഷത്തോടെ അവരുമായിട്ട് പങ്കുവെക്കുന്നു. നമ്മുടെ സന്തോഷം ഓണത്തിലൂടെ അവരോടും പങ്കുവെക്കുന്നു അല്ലേ? എല്ലാവർക്കുമായിട്ട് ഒത്തിരി ഇഷ്ടം, ഒരുപാട് സ്നേഹം, സന്തോഷം. മുന്നോട്ടുള്ള കലാജീവിതം അടിപൊളിയാകട്ടെ.
നമുക്ക് ഒന്നിച്ച് മുന്നേറാം. അതെ ഓണാശംസ കേട്ടോ. ഓ ഇനിയിപ്പോ നമുക്ക് കൈയ്യെട്ടുകളുടെ അടുത്ത ഇനി കിടക്കല്ലേ. ഇപ്പൊ നമുക്ക് നമുക്ക് എല്ലാരും ഒന്ന് പരിചയപ്പെടാം. എന്താ നമ്മുടെ പേര്? അഭി രൂപാകൃഷ്ണനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ബാക്കി ഈ നിൽക്കുന്ന നമ്മുടെ ഇവരെ പരിചയപ്പെടുന്നതിന് മുമ്പ് പരിചയപ്പെടുന്ന ഒരു വിശിഷ്ടനായ ഒരു വ്യക്തിയുണ്ട് ഇവിടെ. കക്ഷിയുണ്ട്. ആ കക്ഷിയെ ഞാൻ ഈ വേദിയിലേക്ക് ഹർഷാരവത്തോട് ഞാൻ വിളിച്ചാൽ വരികയല്ല, ഞാൻ എടുത്തോണ്ട് വരാം. ആണോ ടീച്ചറേ? അപ്പൊ ഈ കൈകൊട്ടലിന് ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഈ കക്ഷി കാരണം ഈ കൈകൊട്ട് നടന്നത് ഇവിടെ, മനസ്സിലായി? സോണി ടീച്ചർ അല്ലേ? സോണി ടീച്ചറെ അല്ല, എന്നാലും സോണി, ഈ കൈകൊട്ടുകളിന്റെ സ്റ്റെപ്പൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഞങ്ങള് സ്വയം ഇട്ട്, എല്ലാരും കൂടെ ചേർന്ന് സ്വയം ഇട്ട്, പിന്നെ കുറച്ചൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ എടുത്തു. അതൊക്കെ പൈസ കൊടുത്തിട്ട് എടുത്താണോ അതോ ചോദിച്ചിട്ടൊക്കെയാണോ ഇതെടുത്തത്? ഓക്കെ ഓക്കെ. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ക്ലാസിക്കലി പഠിച്ചതാണ്. അപ്പൊ പിന്നെ എന്ത് വേണം? ഇതിനകത്ത് വേറെ കാര്യം, ഈ ഇദ്ദേഹം ഇവര് പഠിപ്പിക്കാൻ വേറെ 2-3 പേര് പഠിച്ചിട്ടുണ്ട്. വേറെ അറിയാവുന്ന വേറെ നല്ല ആളുകളുണ്ടെന്ന് ഇല്ല, പക്ഷേ കരക്ക് നിന്നിട്ട് ഭയങ്കര ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടല്ല ഞാനിത് ഇന്ന കക്ഷിയാന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഇവർക്ക് മുന്നിൽ നിന്ന് കളിക്കാൻ ഒരു ഇതുണ്ടാകുന്ന അതിന്റെ പിന്നിൽ ചില പുഷ്പുൾ പോലെ ചില കക്ഷികളുണ്ട്. ആ ഒരു കക്ഷിയാണ് ഈ കക്ഷി. നമുക്ക് ചെന്നപ്പോ ജ്യൂസ് ഒക്കെ തന്നില്ല. പിന്നെ ജ്യൂസ്. അപ്പൊ ഞാൻ ഇവരെ എല്ലാരും ഒന്ന് പരിചയപ്പെടാം. ജസ്റ്റ് ഒന്ന് ഓടി ഒന്ന് പരിചയപ്പെട്ടു. നമ്മൾ ആദ്യം കക്ഷിയുടെ പേരെന്താ? ആദിത്യ. കൃഷ്ണപ്രിയ, സ്നേഹ, ആദിത്യ. രണ്ടാമത്തെ ആദിത്യ അനസൂയ. അസൂയ ഉണ്ടോ? ഒരസൂയയില്ല. അനാമിക. ഓക്കെ. ഇവിടെ അഭിരൂപകൃഷ്ണ. ഫുൾ നെയിം 3 പേർക്കുള്ള പേര് ഒറ്റക്കിട്ടിരിക്കുക. ദിവ്യ, ആർച്ച, രഞ്ജു. ഫുൾ ടൈം ക്ലോസ് അപ്പ് ആയിരുന്നല്ലോ. ഇതിൽ വീട്ടമ്മമാരാരാ? ഒരാളേ ഉള്ളൂ. ഈശോ പറയാ 4 വീട്ടമ്മമാരോ? 1 2 3 4. ഓക്കെ, സന്തോഷം. അപ്പൊ ഇങ്ങനെയുള്ള ഇതൊരു എന്താ പറയാ, വളരെ സന്തോഷം. ഞാനൊന്നും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. പറ, ഇത്രയും സമയമൊക്കെ എങ്ങനെ കണ്ടെത്തുന്നത് ഈ ഇത്രയും പ്രാക്ടീസ് ഒക്കെ ചെയ്യാനായിട്ട്? രാത്രി എല്ലാ ദിവസവും? എല്ലാ ദിവസം ഉണ്ട്. അപ്പൊ ഇന്നിന് പ്രാക്ടീസ് ഉണ്ടോ? ഉണ്ട്. വിട്ടുകൊടുക്കില്ല. വെരി ഗുഡ്, നല്ലതാണ്. അപ്പൊ നിങ്ങൾ എത്ര നാളായി തുടങ്ങിയിട്ട് ഈ പ്രാക്ടീസ് ഒക്കെ? ഞങ്ങൾ 9 വർഷത്തോളം ഇപ്പൊ ഗ്രൂപ്പ് തുടങ്ങിയിട്ട്. 9 വർഷമായി. 9 വർഷമായി. അടുത്ത വർഷം 10 ആകും. അതിന് ചെറിയൊരു പരിപാടിയൊക്കെ ഞങ്ങൾ ഇണക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ ഇവിടെ അടുത്തുള്ളവരൊക്കെ വിളിക്കാത്തുള്ള. അല്ല, ഞാൻ എങ്ങനെയല്ല വിളിച്ചത്. എന്റെ ഭാര്യ ഇവിടെ അപ്പുറത്തായിട്ട് ഞാൻ എന്തായാലും ഇവിടെ വരും. എന്നിട്ട് ഞാനിതിന്റെ ബാക്കി വിളിക്കാൻ നടക്കും, ഒരു പരിപാടി നടക്കും. വിളിക്കോ അറിയാൻ വേണ്ടി. മരുമക്കളെ വിളിക്കരുത് കേട്ടോ, നാടിന്റെ മരുമക്കളെ. അതെ അതെ. അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടെ. ശരിക്കും ഞാനേ ചമ്പക്കുളം മൂലമള്ളങ്ങളുടെ ഗസ്റ്റായിട്ട് ഞാൻ ചെന്ന് ഇവര് അതിനു മുമ്പ് നമ്മുടെ തടി വെച്ചില്ലായിരുന്നു ആദ്യത്തെ. അല്ല, അതെ അതെ അതെ, ശരിയാ. ഇവര് തകർത്ത ആരവം അല്ലേ? അങ്ങനെ പറയാം. അപ്പം അത് കഴിഞ്ഞിട്ട് അന്ന് ഇവരെ ഞാൻ ജസ്റ്റ് കണ്ട് ശരിക്കും ഞാൻ ഇവരുടെ പെർഫോമൻസ് കാണുന്നത് അമ്പലപ്പുഴ വെച്ച് കണ്ട് തകഴിയിലെ പരിപാടി. അത് കഴിഞ്ഞ് ഇവർക്ക് സമ്മാനം കിട്ടിയവരെ നെഹ്റു ചമ്പക്കുളം മൂലംവള്ളങ്ങളിയോട് അനുബന്ധിച്ച് ഉണ്ടായിരുന്നു. ഞാനന്ന് ഗസ്റ്റായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഇവരൊരു തകർപ്പങ്ങ് തകർത്തു. അയ്യോ, അന്ന് ഞാനന്ന് ഇവരോട് ഒരു ചെറിയ രീതിയിൽ പറഞ്ഞിരുന്നു, നിങ്ങളെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഞാനിങ്ങ് എടുക്കുക, ഞാനിങ്ങ് എടുത്ത്. അപ്പൊ സന്തോഷമല്ലേ? ഞാൻ വെറുമ്പാക്ക് പറയാല കേട്ടോ. ഒത്തിരി സന്തോഷം. എന്താ പറയുക, ഞാൻ എൻ്റെ കലാജീവിതത്തെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറച്ചൊക്കെ അറിയാമെന്ന് വിചാരിക്കും. ഇല്ലെന്ന് പറയില്ല, അല്ല ചമ്മി പോകും കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ഈ ചെറിയ ചെറിയ പരിപാടിയിലൂടെ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെ ചോദിച്ചും അവസരങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചാണ് നമ്മളിങ്ങനെ ഒരു നിലയിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിന് നിങ്ങൾക്കും കിട്ടുന്നൊരു അവസരം എനിക്കത് പറയാൻ പറ്റും. ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ഒരു മടിയും കൂടാതെ നമുക്ക് എന്നാൽ ശരി പ്രമാണം പറഞ്ഞല്ലേ നിങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഗംഭീര ടീമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വന്ന് കണ്ടു, ഗംഭീര ടീം അല്ലേ, സൂപ്പർ ടീം. അപ്പോൾ ആ സന്തോഷം. അപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളാലാകുന്ന സഹായങ്ങൾ ചെറിയ ഇതുകൊണ്ട് നമ്മുടെ സഹായമല്ല, നിങ്ങളുടെ പരിപാടി നന്നായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. അല്ലാതെ വേറെ എത്രയോ ടീം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിനിടെ നിങ്ങളെ കൊള്ളാം, നന്നായിരിക്കുന്നു തോന്നുന്നു. ഞാൻ അവിടെ വെച്ച് നന്നായി സംസാരിച്ചായിരുന്നു ഇല്ലേ, നിങ്ങളോട് ഓരോരുത്തരോട് പറഞ്ഞു പറഞ്ഞില്ലേ. അപ്പം എനിക്ക് ചെലവ് ചെയ്യണം. ഓണമല്ലേ പിള്ളാച്ച. അപ്പൊ വേറെ പ്രത്യേകിച്ചായിട്ടൊന്നും പറയാം. ഇവിടുത്തെ വെല്ലുമിച്ച ഉണ്ടായിരുന്നു. വെല്ലുമിച്ചി പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു, വീടില്ല ഞാൻ കൊണ്ടുവരും എടുത്തോണ്ട്.
എല്ലാവർക്കും ഹാപ്പിയാണെന്ന് പറയാം. എല്ലാവർക്കും ഒരു കാപ്പി വേണം. ഞങ്ങൾ പറയുമ്പോൾ എന്തായാലും പ്രമോദനം കൊണ്ടല്ല അമ്മച്ചി എങ്ങനെ കൈകൊട്ടി കളിയൊക്കെ ഈ പിള്ളേർ കളിക്കാണ്ടിട്ട് പണ്ടൊക്കെ ഈ കൈകൊട്ടി കളിയൊക്കെ ഉണ്ടായിരുന്നാ ഇവിടെ വന്ന് എന്റെ അമ്മേ? പിന്നെ തിരുവാതിര കണ്ടു വരുമോ? വണ്ടിപ്പാട്ടറിയാം, തിരുവാതിര അറിയാം. ഞാൻ ഇവിടെ വന്നിട്ട് പിടിച്ചതല്ല അളക്കാതിരിക്കുന്നത്. ഞാൻ അതിന് എന്റെ അനിയനോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണല്ലേ ഒരു കുഞ്ഞു വഞ്ചിപ്പാട്ട് പറ്റുമോ? ഓ നാണം വന്നു. അല്ല നാണം വന്നതിന്റെ അല്ല, ശ്വാസമുട്ടലിന്റെ മരുന്നിരിപ്പുണ്ടോ? ശ്രീശാലിന്റെ പാട്ടാണ്. പാട്, ഞാൻ കൂടെ പാടാം. ഞാൻ മൈക്ക് പിടിച്ചാൽ ഞങ്ങൾ പാടുക. അഴിമകളും ഒരുമിച്ചൊരു കട്ടിന്മേലന്നേര രാമാളിക മുകളിലിരുന്നരുളും. ഓ തകതൈ തകതൈ തകതകതോ ഭീതി തക താരക പൊടി പൊടി രണ്ടു ലഘു വഴി തകതൈതോ 7 പാട്. പുരാനെത്രയും ആഴത്തന്റെ വയസ്സിനെ ദൂരത്തു കണ്ടു. ഓ തകതൈ തകതൈ തകതകതോ ഭീതി തക താരക പൊടി പൊടി കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞാതിർന്ന വസ്ത്രം കൊണ്ടു തറ്റോടുത്തിട്ടു തെരിയവുമിട്ട്. ഓ തകതൈ തകതൈ തകതകതോ ഭീതി തക താരക പൊടി പൊടി ഉണ്ടിൽ പോരിഞ്ഞ പോരിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടെ കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട്. ഓ തകതൈ തകതൈ തകതകതോ ഭീതി തക താരക പൊടി പൊടി പത്മമായ പത്മവും ധരിച്ചു നാമക്കാര മുദ്രയും മുഖരമായ പൊളിക്കൂടയും. ഓ തകതൈ തകതൈ തകതകതോ ഭീതി തക താരക പൊടി പൊടി ദ്രാക്ഷമാലയുമേന്തി രൂപത്തിങ്കലുറച്ചു ജഞ്ചമ്മേലും. ഓ തകതൈ തകതൈ തകതകതോ ഭീതി തക താരക പൊടി പൊടി ആർ പാർ 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 ഇടാൻ പോലും പറ്റിയല്ലേ നിങ്ങള്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ, നമ്മൾ എത്രയോ ഓണം ഉണ്ടവരാ, എത്രയോ പ്രളയം കണ്ടവരാ, എത്രയോ വേനൽ കണ്ടവരാ, എത്രയോ വസന്തങ്ങൾ കണ്ടവരാ. ഈ അമ്മച്ചിയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്, നമ്മുടെയൊക്കെ പുണ്യം. അമ്മച്ചി ഒത്തിരി ഇഷ്ടത്തോളം പ്രമോദൻ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഈ കുട്ടനാട്ടില് ഇത്രയധികം കലാകാരന്മാരുണ്ടാവുന്നതിന് കാരണമൊക്കെ ഉമ്മാതാണോ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? മുട്ടിത്തരുന്ന തീ അങ്ങനത്തെയാ. ഇതുപോലത്തെ അമ്മമാരൊക്കെ ഉണ്ട്. എനിക്കുണ്ട് ഇങ്ങനെ അമ്മമാരൊക്കെ. അപ്പൊ അവരുടെയൊക്കെ സ്നേഹവും സന്തോഷവും. അമ്മ ഇനി ഒരുപാട് ഒരുപാട് ഓണം ഉണ്ടാകുന്നുണ്ട്, ഭാഗ്യം ഉണ്ടാകട്ടെ കേട്ടോ. ഓക്കെ, ഞങ്ങൾ ന്യൂസ് 80 എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി ഇഷ്ടത്തോടെ, ഏറെ സ്നേഹത്തോടെ